ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമായ ചേർത്തലയിലുള്ള വേളാർവട്ടത്തിലേക്കുള്ള ഒരു യാത്രയെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ തിരുവനന്തപുരത്തു നിന്ന് ഇറങ്ങി വഴിയിൽ ഇടയിൽ വെച്ച് കൊട്ടാരക്കരയ്ക്ക് മുമ്പായിട്ട് നമ്മളൊരു വഴിയോരക്കടയെന്ന് പറയുന്ന ഒരു തട്ടുകട ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. വളരെ നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. പഴയ സ്റ്റൈലിലുള്ള ഒരു തട്ടുകടയെ വലുതാക്കി ചെയ്ത ഒരു കടയാണ്. അപ്പം തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തൊക്കെ പോകുന്നവർക്ക് നല്ലൊരു കടയാണിത്. ഞങ്ങൾ രാവിലെ അപ്പവും ഒരു വെജ് കുറുമയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് പേര് 2 പേര് പിന്നെ അതുപോലെ ഇടിയപ്പവും കടലക്കറിയും ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. കുറച്ച് നല്ല അത്യാവശ്യം നല്ലൊരു ആംബിയൻസിലുള്ള ഒരു കടയാണ്. അപ്പം ആർക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഉണ്ടാക്കാൻ നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ ചേർത്തലയിൽ എത്തേണ്ടത്. ചെക്ക് ഇൻ ചെയ്യേണ്ടത് 1 മണിക്കാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. പിന്നെ നമ്മുടെ ജേണി AC-യിലൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 3 മണിക്കൂറാണ് ട്രിവാൻഡ്രം ടു ആലപ്പുഴ. ചേർത്തല സ്ഥലത്താണ് നമ്മുടെ സ്റ്റേ. അമ്പലത്തിൻ്റെ 2 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ സ്റ്റേ. അശ്വിനി റെസിഡൻസിയിലാണ് നമ്മുടെ സ്റ്റേ. 1 മണിയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും അവിടെ എത്തി. പല പല സ്ഥലത്തു നിന്ന് എത്തുന്നവരാണെങ്കിലും 1 മണിയൊക്കെ അടുപ്പിച്ച് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബിസിയിലാണ്. 5 റൂമാണ് നമുക്ക് വേണ്ടി അലോട്ട് ചെയ്തത്. AC റൂംസാണ്. അപ്പോൾ ജസ്റ്റ് റൂമിലൊക്കെ ചെന്ന് റൂമൊക്കെ ഒന്ന് കണ്ട് ഫ്രഷപ്പ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല റൂമാണ്. ഞങ്ങളുടെ റൂമാണ് ഏറ്റവും വലിയ റൂം. 5 പേരാണ് അതിൽ അലോട്ട് ചെയ്തിരുന്നത്. കയറി വരുമ്പോൾ ഒരു കോറിഡോറും അതുപോലെ തന്നെ ഹോളും പിന്നെ വൈഫൈ TV കണക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് 4:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. നട തുറക്കുന്ന 5 മണിക്കേ ഉള്ളൂ. അപ്പോൾ സൈഡിലുള്ള ഒരു ജന്മനക്ഷത്ര കവ് വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. ഓരോരുത്തരുടെ നക്ഷത്രത്തെ പേരിലുള്ള മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവരവരുടെ നക്ഷത്രത്തിന് യോജിച്ച മരത്തിന് വെള്ളം കൊടുക്കുക. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ബിസിയിലൊക്കെ ആയിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നടുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു ശിവ സ്തൂപം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സെൽഫി എല്ലാവരും കൂടെ ചേർന്നെടുത്തു. അതും ഒരു വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലെ നടയൊക്കെ തുറന്നിട്ട്, ഇത് അമ്പലക്കുളമാണ് കേട്ടോ, അതും ഭംഗിയുണ്ട്. പിന്നെ അമ്പലത്തിൽ നമ്മൾ മൊത്തം ഒന്ന് പ്രദക്ഷിണം വെച്ചു. എല്ലാ പ്രതിഷ്ഠയും നമ്മൾ പ്രാർത്ഥിച്ചു. അന്ന് ദീപാരാധനയും ഒരു പറനിറക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലമൊക്കെ വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അമ്പലം, തിരക്ക് കുറഞ്ഞ ഒരു ചുറ്റുപാടായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് നിർമ്മാല്യ പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ഫ്രഷായിട്ട് പോയിട്ട് വന്നിട്ട് 6 മണിക്ക് വീണ്ടും ഒന്ന് തൊഴുതതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വേളാർവട്ടം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതൊരു ആൽമരമൊക്കെ ഉണ്ട്. അവിടെ പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്. 99% പേരുടെയും കുടുംബക്ഷേത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അമ്പലത്തിൽ തന്നെ കണ്ടിന്യൂസ് പൂജ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറി മാറി തൊഴുതു. ഇത് അമ്പലത്തിലെ തന്നെ ഒരു ഗോവാണ്. അത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടുത്ത് പോയി കുറേ നേരം നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉച്ചയോടെ തന്നെ എല്ലാ പൂജയും ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെയായിരുന്നു നമുക്ക് ഫുഡും. പൂജയ്ക്ക് ശേഷം നമുക്ക് അവിടുത്തെ പടച്ചോറും സാമ്പാറും അച്ചാറും ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് പേരൊക്കെ ട്രെയിനിൽ പോയി. നമ്മൾ പിന്നെ തിരിച്ച് കോട്ടയത്തേക്കാണ് പോയത്. പായസവും ഉണ്ണിയപ്പവും അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്തിട്ട് അവരവരുടെ യാത്രകൾ ഓരോ സ്ഥലത്തേക്കും തുടർന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അമ്പലവിശേഷങ്ങൾ. എല്ലാവരും വളരെ ഭക്തിപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി തൊഴുത് ഇറങ്ങാൻ സാധിച്ചു. അപ്പം ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയായി വരുന്നതും വരെ ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.